നമസ്കാരം. നമസ്കാരം. സന്തോഷേട്ടാ, വേങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. അത് ട്രിവാൻഡ്രത്താണോ? അല്ല, എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരത്ത് വേങ്ങോടായിരുന്നു. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് പത്തനംതിട്ട വള്ളിക്കോട് കൊച്ചാലമൂടിലാണ്. പത്തനംതിട്ടയിലാണ് ഇപ്പം. അവിടെ എന്താ വർക്ക് റിലേറ്റഡ് ആയിട്ടാണോ ജോലി? ഞാൻ എൻ്റെ ഭാര്യയുടെ വീട് അവിടെ. ഭാര്യയുടെ വീട് എവിടെയാണ്? ഓക്കെ. വീട്ടിലപ്പോ ഭാര്യയുണ്ട്, പിന്നെ മക്കള്? 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. അവരുടെയൊക്കെ പേര്? ഒരാളുടെ പേര് തിങ്കള്, ഒരാളുടെ പേര് നീലിമ. തിങ്കളും നീലിമയും. നല്ല പേരുകളാണല്ലോ. അവരൊക്കെ പഠിക്കുവാന്നോ? അല്ല, ഒരാള് ഡാൻസറാണ്, ഇളയാള് തിങ്കള്. മൂത്തവള് BSc നേഴ്സാണ്. ജോലിയുണ്ട്. അപ്പൊ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണമൊക്കെ പറയാ. പത്തനംതിട്ടയിൽ എന്താണ് ജോലി? എന്താണ്? ഞാനൊരു വഴിയോര കച്ചവടം നടത്തുന്നുണ്ട്. ശരി. അപ്പൊ ഈ ബിസിനസ്സുകാരൻ ഇവിടെ എന്താണ്, മിമിക്രി ആണോ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 1 man ഷോ ചെയ്യാനാണ് ഉദ്ദേശത്തിലാണ്. 1 man ഷോ. അപ്പം ഞാൻ നൈസായിട്ട് അവിടെ ഇരിക്കാം. 1 man ഷോ നിങ്ങൾ എൻജോയ് ചെയ്യും. അല്ല, ബേസിക്കലി അനൗൺസർ ആണോ? നല്ല സൗണ്ട് അല്ലേ? അല്ല, ഞാൻ ചെറിയ പ്രോഗ്രാമൊക്കെ നടത്തുന്ന ആളാണ്. അല്ല, നല്ല ശബ്ദമുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ചേട്ടന്റെ പെർഫോമൻസ് കണ്ടാലോ? ഓൾ ദി ബെസ്റ്റ്. വെള്ളാപ്പള്ളി നടേശ് സാറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പുള്ളിയോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, സംശയങ്ങൾ തീർക്കുന്ന ഒരു പ്രോഗ്രാമാണ്. എല്ലാവരും സ്വീകരിക്കുക. സാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, നല്ല വിശേഷം, നല്ല പരമാനന്ദ വിശേഷം. സാറേ, ഞാൻ എനിക്കൊരു സംശയമുണ്ട്. സാറ് പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്ത് നല്ലൊരു മിമിക്രിക്കാരനെന്ന് പറഞ്ഞ് ശരിയെന്ന്? തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു മിമിക്രിക്കാരനായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് സമിതി ഉണ്ടായിരുന്നു. എൻ്റെ സമിതിയിൽ അന്ന് കളിച്ചിരുന്ന വ്യക്തികളെന്ന് വെച്ചാൽ സിദ്ദിഖ്, ലാല്, പിന്നെ നമ്മുടെ എന്നെ വർഗീസൊക്കെ. അതെല്ലാം മതിയാക്കി ഞാൻ എൻ്റെ വഴിക്ക് പോയി. അവർ സിനിമാ ലോകത്തും പോയി. സാറേ, ഇതൊക്കെ തള്ളാണെന്നൊക്കെ പറഞ്ഞത് ശരിയാണോ? ഇതൊക്കെ ആരാ വേഗോടായി പറയുന്നത്? ഇതൊക്കെ സുസ്ഥ അസമെന്നാണ്. ഇത് പറയുന്ന ഒരൊറ്റ വ്യക്തി എനിക്കറിയുള്ളൂ. അതാണ് നമ്മുടെ ജയറാം. പണ്ട് ഞാൻ മിമിക്രി കളിക്കുന്ന സമയത്ത് ജയറാമൻ എന്നോട് ഒരു കീറുക, അല്ല ഞാൻ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യത്തില്ല. സാർ, എന്നൊരു കാര്യം ചെയ്യാം, ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ട് 1-2 താരങ്ങളെ നമുക്ക് ഇവരുടെ മുന്നിൽ അവതരിപ്പിച്ചാലോ? തീർച്ചയായിട്ടും ഞാനൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വെല്ലുവിളി ഞാൻ ആദ്യമായിട്ട് പറയാൻ പറ്റുന്ന താരത്തിൻ്റെ പേര് രാവണ പ്രഭുവിലെ വിജയരാഘവനാണ്. കാർത്തികേയൻ, അവനെ ഞാനവിടെ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാ ശേഖരൻ മാമോട് പറഞ്ഞതും വിളിപ്പിച്ചതും. കൊല്ലാനാണെന്ന് മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടില്ല, ശരിക്കൊന്ന് പെരുമാറി വിടാനാണെന്നേ പറഞ്ഞുള്ളൂ. ഇനി അവൻ വേണ്ട. അച്ഛൻ കത്തിപ്പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി അവൻ അടങ്ങാൻ. അല്ല, ഇനിയും വാലുപോക്കാണെന്ന ഭാവമെങ്കിൽ അടുത്ത പണി അവനാ. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരമാണ് നമ്മുടെ പാവങ്ങളുടെ ചക്രവർത്തി യാത്രി മധു സാറ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. മധു സാറ് വീണെന്ന് വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ കവാടം തുറക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ പെങ്ങളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളാണ് നടപറ്റി. പക്ഷേ നീ ഒരു ദിവസമെങ്കിലും അവരെ മനസ്സമാധാനമായിട്ട് ഉണ്ണാനോ ഉറങ്ങാനോ സംഭവിച്ചിട്ടില്ല. ഇന്ന് അവരുടെ ജീവിതം കരിവീരൻ്റെ ജീവിതമാണ്. പൊക്കോൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ജീവിതം, അനുഭവങ്ങൾ, പാഴ്ചകൾ. എനിക്ക് നിന്നെ കാണണ്ട. അടുത്ത ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടില്ലേ, നമ്മുടെ ലാലിൻ്റെ ശബ്ദം. അതെന്ന് വെച്ചാൽ അദ്ദേഹം രാജാവിൻ്റെ മകനെന്ന സിനിമയിൽ മോഹൻലാൽ ചെയ്ത കഥാപാത്രം. അതൊക്കെ ടെക്നിയാണ്. ഇതൊക്കെ ഒരു വെറൈറ്റിയാണ്. എന്താ തെറ്റ് ചെയ്തത്? ഒന്നുമില്ല. നമ്മൾ തമ്മിൽ കണക്കിൻ്റെ കടപ്പാടുകളുടെ ആവശ്യമില്ല. അടുത്തേക്ക് എപ്പോഴും തിരിച്ചു പോകാം. ഒന്നോർത്താണ് അടുത്ത് തിരിച്ചു പോകുന്നോർത്താണ്. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നല്ല യാത്രികം. ഒരിക്കൽ രാജമോഹൻ എന്നോട് ചോദിച്ചു, അങ്ങൾ രാജകുമാരാണെന്നോ? അതെ, ചെങ്കോലം കിരീടമില്ലാത്ത രാജാവിന് മകൻ. ആഴ്ചയ്ക്ക് ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കാം. മൈ ഫോൺ നമ്പർ 1 2 3 4. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. അടുത്ത ഒരു നടനെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും മലയാള സിനിമയിൽ വലിയൊരു നടനാണ് തിലകക്കുറി ചേർത്തിയ നമ്മുടെ തിലകഞ്ചാണ്. പിന്നെ തോമായോട് ഈ വരുന്ന 14-ാം തീയതി പാറയിൽ പള്ളിയിൽ വെച്ചിട്ട് ജാൻസിമോടെ കല്യാണമാണ്. കെട്ടുകഴിഞ്ഞ് എൻ്റെ വീട്ടിൽ സദ്യ. സമയവും സൗന്ദര്യവും ഉണ്ടെങ്കിൽ നിനക്ക് പങ്കെടുക്കാം. പിന്നെ മക്കളെ, നമ്മളൊക്കെ വന്നുപെട്ട വഴിയിൽ തിരിച്ചു പോക്കത്ര എളുപ്പമല്ല. സമ്മതിക്കില്ല, ആരും അത് അംഗീകരിക്കില്ല. അത് സാറേ, നന്നായിരിക്കുന്നു കേട്ടോ. എനിക്ക് വേഗം എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ സമയം എനിക്ക് അതിക്രമിച്ചിരിക്കുക. എനിക്ക് അടുത്തൊരു മീറ്റിങ്ങിന് പോകണം. അതുകൊണ്ട് നിങ്ങളോടൊക്കെ മുന്നിൽ വരാനും ഈ വേദിയിൽ വരാനും വേഗം കൂടെ ഒരു കാരണക്കാരനായി നന്ദി, നമസ്കാരം. അടിപൊളി 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 അടിപൊളിയായിരുന്നു. നമ്മുടെ മാസ്റ്റർ സാറെ ഞാൻ ചോദിക്കാം,
നന്നായിരുന്നു കേട്ടോ ചെയ്ത ശബ്ദങ്ങൾ. എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ഒരു നല്ല ശബ്ദം ബേസിക് നമുക്ക് ഉള്ളതിന്റെ പേരിൽ നന്നായിരുന്നു. താങ്ക് യു പക്രു ചേട്ടാ. സന്തോഷേട്ടാ, എന്താ ഗംഭീരായിരുന്നു. താങ്ക് യു. ഘനഗാംഭീര്യ ശബ്ദത്തിനുടമ. അവിടെ നിന്ന് ഇങ്ങനെ മിമിക്രി പല താരങ്ങളെയൊക്കെ ചെയ്തപ്പോഴേ ഞങ്ങളുടെ സുഹൃത്ത് ഹരിശ്രീ മാട്ടൻ ചേട്ടനെ ഓർത്തുപോയി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു സാമ്യം ഇങ്ങനെ കിടക്കുന്നു, മിന്നി മറയുന്ന പോലെ. അതെ, നല്ല രസമുണ്ടായിരുന്നു ആ വൺമാൻ ഷോ. അതിൽ എനിക്ക് ഇതിനകത്ത് വന്ന് ചെയ്ത് അങ്ങയുടെ ശബ്ദത്തിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ലാൽ സാറിന്റെ ശബ്ദം ചെയ്തത് ഒരു രക്ഷയില്ലാതായി. ഗംഭീരമായിരുന്നു. താങ്ക് യു. എല്ലാ ആശംസകളും. സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പൊന്നമ്മ ചേച്ചി, ഈ കുട്ടേട്ടനെ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. വിജയരാഘവൻ ചേട്ടൻ്റെ സൗണ്ട് അധികം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും താങ്കൾ തികഞ്ഞ ഒരു കലാകാരനാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. +. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും തിങ്കളിനും കലാമന്ദിരത്തിനും ഒരു ഹായ് പറയണം എലിന. തിങ്കൾ ആൻഡ് കലാമന്ദിരം സമിതി രണ്ടുപേർക്കും ഹായ് ഉണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. ഉടൻ തന്നെ നിങ്ങളെ എല്ലാരെയും കാണാൻ പറ്റട്ടെ. അവരെ കൊണ്ട് ഒരു ദിവസം വായോ ഇങ്ങോട്ടേക്ക്. പിന്നെ എനിക്ക് നിങ്ങളോട് അഭിപ്രായം, നിങ്ങളെല്ലാവരും കൊച്ചാലമുട്ടിലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവരും ഹായ്. കൊച്ചാലമൂട്ടിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെയും നാദശിക്കയുടെയും പൊന്നമ്മ ചേച്ചി, ചേച്ചിയുടെ പൊന്നമ്മ ചേച്ചിയുടെ ബിഗ് ഹായ്. ഹായ്. താങ്ക് യു. അപ്പൊ ഇനി ഞെട്ടിച്ചോണ്ട് നമുക്ക് ആ റേറ്റിംഗ് കൊടുക്കാം. സന്തോഷേട്ടന് എത്ര സ്റ്റാർസ് ആണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഉറപ്പായിട്ട് 1 സ്റ്റാറില്ല, 2 സ്റ്റാറില്ല, 3 സ്റ്റാർ. സൂപ്പർ. 3 സ്റ്റാർ ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ സന്തോഷേട്ടാ, കടയുടെ ഫ്രണ്ടിൽ നമുക്ക് ഇത് വെക്കാം. കോമഡി മാസ്റ്റേഴ്സിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങനെ എത്തിപ്പെട്ടു. ഇനി ഇവിടുന്ന് ഈ സ്റ്റാർസുമായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നാദിക്ക് തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ് ആ ഒരു അവാർഡ് നൽകാനായി. കോമഡി മാസ്റ്റേഴ്സിന്റെ 3 സ്റ്റാർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇനി അറിയപ്പെടട്ടെ. കൺഗ്രാറ്റുലേഷൻ. അതോടൊപ്പം ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു സമ്മാനം.